ഭക്ഷണം കഴിക്കാൻ വേണ്ടി ദൈവവചനം പറഞ്ഞ് മകനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരമ്മ, ഭക്ഷണം കഴിക്കാതെ ചെറിയ രീതിയിലുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയിട്ട് തിരികെ അമ്മയോട് ദൈവവചനം പറഞ്ഞ് വാദിക്കുന്ന ഒരു മകൻ. മനോഹരമായിട്ടുള്ള ഈ ദൃശ്യം നമ്മൾ കാണുന്നത് വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജീവിതത്തിലാണ്. ബാല്യം മുതൽ മരണം വരെ ഒരു വിശുദ്ധനാകണം എന്നുള്ള തീവ്രമായ ആഗ്രഹം വെച്ച് ജീവിച്ച ഒരു കുഞ്ഞു വിശുദ്ധൻ. അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒരുപാട് വിശുദ്ധ ജന്മങ്ങളെ ദൈവം സുഹൃത്തുക്കളായിട്ട് നൽകുന്നു. പിന്നീട് അവൻ വൈദികനായിട്ട് ഒരുപാട് വിശുദ്ധരെ സഭയ്ക്ക് വാഗ്ദാനം ചെയ്ത, സഭയ്ക്ക് പ്രദാനം ചെയ്ത, വിശുദ്ധിയിൽ നയിക്കാനായിട്ട്, വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് മനുഷ്യരെ പ്രേരിപ്പിച്ച ഒരു സഭയുടെ സ്ഥാപകനായിട്ട് അവൻ മാറുന്നു. അതെ, പള്ളോട്ടൈൻ സഭയുടെ സ്ഥാപകനായിട്ടുള്ള വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി എന്ന വിശുദ്ധനെയാണ്. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയുടെ പിതാവിൻ്റെ പേര് പോൾ പള്ളോട്ടി എന്നായിരുന്നു. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. നീതി നിറഞ്ഞ ഡീലിങ്സിലൂടെ കച്ചവടം നടത്തിയിരുന്ന മാന്യനായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിന് ഭാര്യയായിട്ട് ലഭിച്ചത് മരിയ മാഗ്ദലിൻ ഡി റോസി എന്ന് പറയുന്ന യുവതിയായിരുന്നു. പോൾ പള്ളോട്ടി എന്ന് പറയുന്ന വിൻസെൻറ്റിൻ്റെ പിതാവ് 2 നേരം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിരുന്ന, വളരെ ഭക്തകൃത്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ചേരുമ്പടി ചേർത്തു എന്ന് പറയുന്നത് പോലെ ദൈവം അദ്ദേഹത്തിന് ഉത്തമയായിട്ടുള്ള ഒരു സ്ത്രീയെ തന്നെ ഭാര്യയായിട്ട് നൽകുകയാണ്. മരിയ മാഗ്ദലിൻ ഡി റോസി എന്ന് പറയുന്ന ഈ ഭാര്യ പീറ്റർ പോൾ പള്ളാട്ടിയെ പോലെ തന്നെ നല്ല ഉത്തമയായ ഒരു ക്രൈസ്തവ വനിതയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും, എല്ലാ പുണ്യങ്ങളിലും ഈ ഭാര്യയും ഭർത്താവും ഒന്നിനൊന്ന് മികച്ചു നിന്നതായിട്ട് വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജീവചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇത്രയും വിശുദ്ധരായിട്ടുള്ള 2 പേർ ചേർന്നിട്ടുള്ള കുടുംബജീവിതം വളരെ വിശുദ്ധമായി തന്നെ മുന്നോട്ട് പോകുന്നു. അതിന് അനുഗ്രഹം എന്നോണം ദൈവം ഇവർക്ക് 10 മക്കളെ നൽകുകയാണ്. 10 മക്കളെ നൽകി ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കുമ്പോൾ അതിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ 6 പേരും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 6 പേരെ നന്നേ ചെറുപ്പത്തിൽ ദൈവം തിരികെ വിളിക്കുമ്പോൾ ബാക്കി 4 പേര്, 4 കുട്ടികളും അപ്പനും അമ്മയുമായിട്ട് ഈ കുടുംബം ചുരുങ്ങുകയാണ്. അതിലെ 3ാമത്തെ കുട്ടിയായിട്ടാണ്, ഈ കുടുംബത്തിലെ 3ാമത്തെ കുട്ടിയായിട്ടാണ് വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി ജനിക്കുന്നത്. 1795 ഏപ്രിൽ 21 വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജനനം. ബാല്യകാലം പ്രാർത്ഥന നിറഞ്ഞതായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പനും അമ്മയും നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമായതുകൊണ്ട് തന്നെ മക്കളും എല്ലാവരും ഒരുപോലെ നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. അതിൽ വിൻസെൻ്റ് പള്ളോട്ടി പ്രത്യേകം മാതാവിനോട് ഭയങ്കര ഭക്തിയുള്ളൊരു കുട്ടിയായിരുന്നു എന്നാണ് ജീവചരിത്രം പറയുന്നത്. ഒരു ദിവസം അമ്മയോടൊപ്പം ദേവാലയത്തിലേക്ക് പോയ ഈ പയ്യൻ ചെറിയ 3-4 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ ഒരു സംഭവം. ദേവാലയത്തിലേക്ക് കയറി ചെന്ന ഉടനെ അമ്മയുടെ കൈ വിട്ടിട്ട് പെട്ടെന്ന് ദേവാലയത്തിന് മുമ്പിലേക്ക് ഓടിപ്പോവുകയാണ്, അൾത്താരയുടെ മുമ്പിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ ചെന്നിട്ട് പരിശുദ്ധ അമ്മയോട് വളരെ ഭക്തിപൂർവ്വം കൈകൂപ്പി പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിൻസെൻറ്റിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പനും അമ്മയും കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ് അവരുടെ ഇടവകയിലെ വികാരിയച്ഛൻ. വിൻസെൻറ്റിൻ്റെ വികാരിയച്ഛന് ഫസീനി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഫസീനി എന്ന് പറയുന്ന വികാരിയച്ഛന് വിൻസെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ 100 നാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിൻസെൻറ്റിൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. കുമ്പസാരം അല്ലെങ്കിൽ കുമ്പസാരിക്കാൻ തുടങ്ങിയ ആ നാൾ മുതൽ വിൻസെൻറ്റിനെ കൃത്യമായിട്ട് അച്ഛൻ നിരീക്ഷിച്ചിരുന്നു. ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും കൊടുത്തിരുന്നു. ഒരു ദിവസം മകൻ്റെ വസ്ത്രങ്ങൾ അലക്കാനായിട്ട് എടുത്ത അമ്മ അവൻ്റെ ഷർട്ടിൽ നോക്കിയപ്പോൾ അതിൽ നിറച്ച് രക്തക്കറകൾ കാണുകയാണ്. മകനോട് ചോദിക്കും, മോനെ ഇതെന്താണ്, ഇതിൽ നിറച്ച് ചോര പുരണ്ടിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നിൻ്റെ ഡ്രസ്സിൽ ഇങ്ങനെ ചോര വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ മകൻ അമ്മയ്ക്ക് ഇൻഡയറക്റ്റായിട്ട് കൊടുത്തൊരു ഉത്തരവ് ഇതായിരുന്നു, അമ്മേ, ഈശോ നമുക്ക് വേണ്ടി ഒരുപാട് സഹിച്ചതല്ലേ, അപ്പം നമ്മളും ഈശോയുള്ള സ്നേഹത്തെ പ്രതി കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് നല്ലതല്ലേ എന്ന് ഈ മകൻ ചോദിക്കുകയാണ്. ഈ അമ്മ വിഷമം താങ്ങാനാകാതെ അമ്മ ഇവൻ്റെ സ്പിരിച്വൽ ഫാദറായിട്ടുള്ള അവരുടെ ഇടവകയിലെ വികാരിച്ചനോട് ചെന്ന് പറയുകയാണ്, വെച്ചാൽ അവൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികളൊക്കെ ഇത്തിരി കൂടിപ്പോകുന്നുണ്ട്,
എനിക്കത് സഹിക്കാവുന്നതിൽ അപ്പുറമായി തീരുകയാണെന്ന് പറയുകയാണ്. ഈ വികാരിയച്ഛൻ അമ്മയോട് പറയുകയാണ്, നീ അവനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, അവനൊരു വിശുദ്ധനാണ്, വിശുദ്ധനായി തീരുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ്. സ്കൂൾ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും വിൻസെൻ്റ് ഒന്നാമനായിരുന്നു. ഒരു കാര്യത്തിൽ ഒഴിച്ച് മാത്രം, കാര്യം പഠനത്തിൻ്റെ കാര്യത്തിൽ വിൻസെൻ്റ് പുറകിലായിരുന്നു. ബാക്കി എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്ന ഈ പയ്യൻ ഈ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രം പുറകോട്ട് നിൽക്കുന്നതിൽ ടീച്ചർമാർക്ക് ആശങ്കയുണ്ടായിരുന്നു. ഒരു ദിവസം വിൻസെൻറ്റിൻ്റെ അമ്മയെ വിളിച്ച് ടീച്ചർമാർ ഇപ്രകാരം പറയുകയും ചെയ്തു, അങ്ങയുടെ മകൻ എല്ലാ കാര്യങ്ങളിലും മിടുക്കനാണ്, അതിലൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, പക്ഷെ അവൻ പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്തിരി പുറകിലാണ്, അവനൊന്ന് ശ്രദ്ധിക്കണം. ഈ അമ്മ അധികം നിരാശപ്പെടാനൊന്നും പോയില്ല. അമ്മ ചെയ്ത ഒരേ ഒരു കാര്യം, വീട്ടിൽ ചെന്നിട്ട് മകനെ പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന പഠിപ്പിക്കുകയായിരുന്നു. മകനോട് ഈ അമ്മ പറഞ്ഞു, നീ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ അമ്മ മകനെ ഉപദേശിക്കുകയാണ്. ആ ഉപദേശം ഫലം കണ്ടു എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നു. കാരണം അതിവേഗം പെട്ടെന്ന് തന്നെ വലിയൊരു മാറ്റം വിൻസെൻ്റിൽ ഉണ്ടാവുകയാണ്. ഏറ്റവും പുറകിൽ എന്നോണം പഠനത്തിൽ പിറകിലായി പോയ ഒരു മനുഷ്യൻ, ഒരു കുട്ടി പെട്ടെന്ന് തന്നെ വലിയൊരു മാറ്റത്തിന് വിധേയനാവുകയാണ്. അവൻ പതിയെ പതിയെ ക്ലാസ്സിലെ ടോപ്പറായിട്ട് മാറുകയാണ്. എല്ലാ കാര്യങ്ങളിലും അങ്ങനെ വളരെ സമർത്ഥനായിട്ട് അവൻ മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കാലത്ത് പഠനത്തിൽ പിന്നിലായിരുന്ന വിൻസെൻ്റ് പിന്നീട് നടത്തിയത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ പിന്നീട് നടത്തിയത് അത്ഭുതാവഹമായിട്ടുള്ളൊരു വളർച്ചയായിരുന്നു. യൂണിവേഴ്സിറ്റി ടോപ്പർ എന്ന് പറയുന്ന ഒരു പദവി വരെ അവനെ തേടിയെത്തി എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊന്നും അദ്ദേഹം അഹങ്കരിച്ചില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. ഒരാളോട് പോലും ഇതിനെക്കുറിച്ചൊരു കാര്യം പോലും പറയാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല. സ്വന്തം പാരൻസിനോട് പോലും, സ്വന്തം മാതാപിതാക്കളോട് പോലും അദ്ദേഹം പഠനത്തിലുള്ള തൻ്റെ സാമർത്ഥ്യത്തെ പറ്റിയോ പഠന മേഖലയിലുള്ള തൻ്റെ കഴിവുകളെ പറ്റിയോ തൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോ പറഞ്ഞിരുന്നില്ല. യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ ഒരു ദിവസം വഴിയിൽ വെച്ച് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ കാണുമ്പോൾ അദ്ദേഹത്തോട് പറയുകയാണ്, തൻ്റെ മകനാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ടോപ്പ് മാർക്ക് നേടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ അപ്പൻ തന്നെ ആകപ്പാടെ അന്താളിച്ച് പോവുകയാണ്. കാരണം എൻ്റെ മകൻ ഇത്രയും വലിയ നിലയിലെത്തിയോ, എന്നിട്ട് അവൻ ഒരു വാക്കുപോലും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് വളരെ വിഷമത്തോടു കൂടിയിട്ട് ഈ മകനോട് ചോദിക്കുമ്പോൾ ഈ മകൻ പറയുകയാണ്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഒരു പക്ഷേ എൻ്റെ എളിമ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു, ഞാൻ ഏതെങ്കിലും രീതിയിൽ അഹങ്കാരിയായി തീരുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു, അത് കാരണമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പോലും ആ കാര്യം മറച്ചു വെച്ചെന്ന് പറയുകയാണ്. ഈ അപ്പൻ മകനെ ഒരിക്കലും നിരാശനാക്കുന്നില്ല, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അവനെ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. കാലങ്ങൾ കടന്നു പോകുന്നു. പഠന കാലഘട്ടമൊക്കെ കഴിയുമ്പോഴേക്കും ഇദ്ദേഹത്തിനൊരു ജീവിത വഴി തിരഞ്ഞെടുക്കേണ്ട അവസരം വരികയാണ്. വിൻസെൻ്റ് തീരുമാനിച്ചു, ഒരു കപ്പുച്ചിൻ വൈദികനാകാനായിട്ട് ഞാൻ തീരുമാനം എടുക്കുകയാണ്. കപ്പുച്ചിൻ വൈദികനാകണം. ദൈവവിളി ആയതുകൊണ്ട് തന്നെ ഇടവകയിലെ വികാരിച്ചനോട് ചെന്ന് പറയുകയാണ്, അച്ഛാ എനിക്കൊരു കപ്പുച്ചിൻ വൈദികനാകാനായിട്ടാണ് ആഗ്രഹം എന്ന് പറയുകയാണ്. ഇടവക വൈദികനായിട്ടുള്ള ഈ ഫസീനോ എന്ന് പറയുന്ന അച്ഛൻ ഇദ്ദേഹത്തോട് പറയും, മോനെ ഈ കപ്പുച്ചിൻ വൈദികരുടെയൊക്കെ ജീവിതക്രമം ഇത്തിരി ടഫാണ്, അല്ലേ, അത് ഇത്തിരി ബുദ്ധിമുട്ടേറിയതാണ്, നീ ആണെങ്കിൽ ആരോഗ്യം നിനക്ക് കാര്യമായിട്ടില്ല, നീ അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു മനുഷ്യനൊന്നുമല്ല, ഒരു പക്ഷേ കപ്പുച്ചിനാശ്രമത്തിൽ ചെന്നാൽ അവിടുത്തെ ആ ഭയങ്കരമായിട്ടുള്ള ജീവിതചര്യകളൊക്കെ നിനക്ക് ഒരു പക്ഷേ ടഫായിട്ട് തോന്നിയേക്കാം, അതാണ് നിനക്ക് നല്ലത് ഇടവക വൈദികരുടെ ജീവിതമാണെന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ഇടവക വികാരിയായിട്ടുള്ള ഈ അച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ച് മറ്റൊരു ഇടവക വൈദികനാകാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വൈദിക പരിശീലനം 1811 ഏപ്രിൽ 15 ആരംഭിക്കുകയാണ്. ഇതേക്കുറിച്ച്, ഈ തീരുമാനത്തെക്കുറിച്ച് വിൻസെൻ്റ് പള്ളോട്ടി പ്രകാരം പറയുകയാണ്, ഒരു ആശ്രമത്തിലിരുന്ന് പരിപൂർണത, വിശുദ്ധിയുടെ പരിപൂർണത പ്രാപിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ദൈവം ആഗ്രഹിച്ച് മറ്റൊന്നായിരുന്നു, ലോകത്തിലായിരുന്നുകൊണ്ട് ആ പരിപൂർണത നേടിയെടുക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്, ഞാൻ ആ വഴി തിരഞ്ഞെടുത്തുവെന്ന് വിൻസെൻ്റ് പള്ളോട്ടി പറയുകയാണ്. വൈദിക പരിശീലനം ആരംഭിച്ച വിൻസെൻ്റ് കോളേജിലെ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് തൻ്റെ പഠനങ്ങളെല്ലാം മുന്നോട്ട് നയിക്കുന്നു. പ്രാർത്ഥനാ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഫിലോസഫിയിലും തിയോളജിയിലും ഡോക്ടറേറ്റ് നേടുകയാണ് വിൻസെൻ്റ് പള്ളോട്ടി. ഇദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദൈവികമായിട്ടുള്ള ചില സന്ദേശങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്.
പല യുവജനങ്ങൾക്കും ഒരു ആശ്വാസം നൽകാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുകയാണ്. ഒരു ദിവസം റോമിൻ്റെ തെരുവിലൂടെ ഇദ്ദേഹം നടക്കുന്ന സമയത്ത് ഒരു യുവാവിന്, ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയാണ്. അവൻ്റെ പേര് ജിയോവാനി മരിയ മസ്തൈ ഫെറാറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇദ്ദേഹത്തോട് വളരെ സങ്കടപൂർവ്വം തന്നെ കഥ പറയുകയാണ്. ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് മാർപ്പാപ്പയുടെ അംഗരക്ഷകരായിട്ടുള്ള സ്വിസ് ഗാർഡ്സിൽ ജോലി കിട്ടാനാണ്, സ്വിസ് ഗാർഡിൽ ഒരു അംഗത്വം ലഭിക്കാനായിട്ട് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നതാണ്. അതിലൊരു ജോലി കിട്ടാനായിട്ട് ഞാൻ ഏറെ കൊതിച്ചിരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് ചുഴലി രോഗമുണ്ട്. അത് കാരണം ആ രോഗമുള്ളവരെ സ്വിസ് ഗാർഡിൽ എടുക്കാനായിട്ട് അവർ അംഗീകരിക്കുന്നില്ല, അവരെടുക്കുന്നില്ല. അദ്ദേഹം അതിൽ വളരെ ദുഃഖിതനായിട്ട് ഈ വിൻസെൻ്റ് പള്ളോട്ടിയുടെ അടുത്തേക്ക് വരികയാണ്. വിൻസെൻ്റ് ഈ ചെറുപ്പക്കാരനെ ചേർത്ത് നിർത്തിയിട്ട് അവനോട് പറയും, മോനെ, നീ ഒരിക്കലും ഈ സ്വിസ് ഗാർഡിൽ നിനക്ക് അംഗത്വം ലഭിക്കാനായിട്ട് പോകുന്നില്ല, നിനക്ക് അതിൽ ജോലി കിട്ടാനായിട്ട് പോകുന്നില്ല. ഈ പയ്യൻ്റെ മുഖം ഒന്നുകൂടി ഒന്ന് വാടും. അപ്പോൾ വിൻസെൻ്റ് തുടരും, പക്ഷേ ഒരു നാൾ നിനക്ക് ചുറ്റും അംഗരക്ഷകരുണ്ടായിരിക്കും, ഈ ഗാർഡ്സ് നിനക്ക് ചുറ്റും ഉണ്ടായിരിക്കും എന്ന് പറയുകയാണ്. ഈ ചെറുപ്പക്കാരനിത് മനസ്സിലാകുന്നില്ല. പക്ഷേ കാലത്തിൻ്റെ പൂർണ്ണതയിൽ 1846 പിയൂസ് 9 മാർപ്പാപ്പയായിട്ട് അന്ന് വന്ന ഈ ചെറുപ്പക്കാരൻ മാറുമ്പോൾ ഈ മാർപ്പാപ്പയുടെ ചുറ്റും നിരന്നു നിൽക്കാനായിട്ട് ഒരുപാട് സ്വിസ് ഗാർഡുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സന്ദേശങ്ങൾ വിൻസെൻറ്റിലൂടെ ദൈവം ലോകത്തിന് നൽകിയിരുന്നു. 1818 മെയ് 16 വിൻസെൻ്റ് പള്ളോട്ടിയുടെ തിരുപ്പട്ട സ്വീകരണം. അന്ന് അദ്ദേഹത്തിന് 23 വയസ്സേ ഉള്ളൂ. അന്നത്തെ നിയമം അനുസരിച്ച്, കാനൻ ലോ അനുസരിച്ച് 24 വയസ്സെങ്കിലും മിനിമം വേണം തിരുപ്പട്ടം സ്വീകരിക്കാനായിട്ട്. പക്ഷേ വിൻസെൻറ്റിൻ്റെ പഠനവും സാമർഥ്യവും വിശുദ്ധിയും കണ്ട രൂപത അധികാരികൾ അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം നൽകുകയായിരുന്നു. 23-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തിരുപ്പട്ടം നൽകുകയായിരുന്നു. റോമിലെ ലാറ്ററൻ ബസിലിക്കയിൽ വെച്ചാണ് അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളരുന്നതിനും അതുവഴി വിശുദ്ധി പ്രാപിക്കുന്നതിനും ഒരുപാട് ചെറുപ്പക്കാർക്ക് അദ്ദേഹം പ്രചോദനം നൽകിയിരുന്നു. 1843 ഒരു ദിവസം ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം അൾത്താരയിൽ നിന്നും ഒരടിയോളം ഉയരത്തിലിങ്ങനെ പൊങ്ങി നിന്നു എന്ന് പറയുന്നുണ്ട്, ജീവചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ദിവ്യബലി അർപ്പിക്കുകയും ഭക്തിയോടെ ദിവ്യബലി അർപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ഒരു വൈദികൻ ഒരു ദിവസം വിൻസെൻറ്റിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അങ്ങ് ഇത്രയും വിശുദ്ധിയോട് കൂടിയിട്ട് വിശുദ്ധ ബലി അർപ്പിക്കുന്നത്? അതെങ്ങനെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? എനിക്കും കൂടി അത്രയും വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി പ്രകാരം പറഞ്ഞു കൊടുക്കും, നീ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ചെറിയൊരു പ്രാർത്ഥന ചൊല്ലണം, അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലണം. കർത്താവെ, ഈ ബലി അർപ്പിക്കാനായിട്ട് ഞാൻ അയോഗ്യനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മുടെ അയോഗ്യത നമ്മൾ ഏറ്റുപറയുമ്പോൾ എല്ലാറ്റിനേക്കാളും യോഗ്യനായിട്ടുള്ള കർത്താവ് അത് സ്വീകരിച്ച് ഭക്തിപൂർവ്വം ബലിയർപ്പിക്കാനുള്ള കൃപ നമുക്ക് നൽകുമെന്ന് വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി ഈ വൈദികനോട് പറയുകയാണ്. ഭക്തിപൂർവ്വമുള്ള ദിവ്യബലി അർപ്പണം, ദിവ്യബലി മധ്യയുള്ള പ്രസംഗം വളരെ സിമ്പിളായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും സ്വീകാര്യനായിട്ട് വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി എന്ന് പറയുന്ന ഇടവക വൈദികൻ മുന്നോട്ട് പോവുകയാണ്. പള്ളിയിൽ മാത്രമല്ല അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ചിരുന്നത്. എവിടെയൊക്കെ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് അവസരം കിട്ടുമായിരുന്നോ, പള്ളിയുടെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രമല്ല, ആ ചുമരുകൾക്ക് അപ്പുറത്ത് പൊതുവേദികളിൽ പോലും അദ്ദേഹം പ്രസംഗം പറയുകയും അദ്ദേഹത്തെ കേൾക്കാനായിട്ട് ഒരുപാട് പേര് തിങ്ങിക്കൂടുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. ആയിരത്തി 1819 മുതലുള്ള 10 വർഷത്തേക്ക് അദ്ദേഹം സെമിനാരി പ്രൊഫസറായിട്ട് സേവനം ചെയ്തു. പിന്നീട് 33-ാമത്തെ വയസ്സിൽ വലിയൊരു ഉത്തരവാദിത്വം അദ്ദേഹത്തെ തേടിയെത്തുകയാണ്. റോമൻ സെമിനാരിയിലെ കുമ്പസാരക്കാരനും സ്പിരിച്വൽ ഫാദറുമായിട്ട് അദ്ദേഹത്തെ സഭ ഉയർത്തുകയാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്ന അദ്ദേഹം വളരെ സിമ്പിൾ ലൈഫാണ് നയിച്ചിരുന്നത് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം വലിയ വാഹനങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അദ്ദേഹം എല്ലാ ദിവസവും സെമിനാരിലേക്ക് വരുമ്പോഴും തിരികെ പോകുമ്പോഴും 2.5 കിലോമീറ്ററോളം നടന്നാണ് തൻ്റെ സേവനം ചെയ്തിരുന്നത് എന്ന് പറയുകയാണ്. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു രോഗിക്ക് രോഗീലേപനം കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ
മരണാസന്നനായിട്ടുള്ള ഒരു രോഗിയെ സന്ദർശിക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ, അതിൽ മാത്രമാണ് അദ്ദേഹം വാഹനം ഉപയോഗിച്ചിരുന്നത് എന്നും ജീവചരിത്രം പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ ഉപവാസത്തിലും പ്രായശ്ചിത്ത പ്രവർത്തികളിലും വ്യാപൃതനായിരുന്ന വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി വൈദികനായതിനു ശേഷവും ആ കാര്യത്തിൽ ഇത്തിരി കൂടി വളർച്ച പ്രാപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു ദിവസം 365 ദിവസത്തിൽ 40 ദിവസത്തോളം ഇദ്ദേഹം ഉപവാസം എടുത്തിരുന്നു എന്നാണ് ജീവചരിത്രം നമുക്ക് നൽകുന്ന കണക്ക്. ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം ശരീരത്തിന് നല്ലതാണ് എന്ന അർത്ഥമുള്ള ചില ദൈവവചനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരമ്മയും ഈ ഭക്ഷണം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അതൊരു പ്രായശ്ചിത്തമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആ പ്രായശ്ചിത്തങ്ങളെക്കുറിച്ചുള്ള പരിഹാരകൃത്യങ്ങളെക്കുറിച്ചുള്ള ദൈവവചനം ഉപയോഗിച്ചിരുന്ന മകനെയും നമ്മൾ കാണുന്നത് ഈ ഒരു അവസരത്തിലാണ്. പ്രായശ്ചിത്തവും പരിഹാരകൃത്യവും വിൻസെൻ്റ് പള്ളോട്ടി എന്ന് പറയുന്ന ഇടവക വൈദികൻ്റെ ജീവിതത്തിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു എന്ന് നാം കാണുന്നു. 1827 ജൂലൈ 19 വിൻസെൻറ്റിൻ്റെ അമ്മ മരിക്കുന്നത്. 3 വർഷത്തോളം കഠിനമായ രോഗപീഠകൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് ഈ അമ്മ മരണത്തിന് കീഴടങ്ങുന്നത്. ആ ദിവസങ്ങളിൽ മരണത്തോട് അടുത്തിരുന്ന ആ ദിവസങ്ങളിലൊന്നിൽ വിൻസെൻറ്റിനെ അമ്മയുടെ അരികിലേക്ക് വിളിച്ചിട്ട് ഈ അമ്മ പറയും, മോനെ, ഞാൻ ഈശോയുടെ അടുത്തേക്കും പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കും പോവുകയാണ്. അവിടെ ചെന്ന് എൻ്റെ കുട്ടികളെ കാണണം. അല്ലേ, 6 കുട്ടികൾ ചെറുപ്പത്തിലേ മരിച്ചുപോയി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അമ്മ പറയുകയാണ്, ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും എൻ്റെ കുട്ടികളുടെയും അടുത്തേക്ക് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വിൻസെൻ്റ് പള്ളോട്ടിയുടെ അമ്മ മരിക്കുന്നത്. അമ്മയുടെ മരണം വലിയൊരു ദുഃഖമായിട്ട് വിൻസെൻ്റ് പള്ളോട്ടിയുടെ ജീവിതത്തിൽ അവശേഷിച്ചു എന്നുണ്ടെങ്കിലും പതിയെ പതിയെ പ്രാർത്ഥനയിലൂടെ ആ ദുഃഖത്തെ മറികടക്കാനായിട്ട് വിൻസെൻറ്റിന് സാധിച്ചു. ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളും സന്ദേശങ്ങളും ഇടയ്ക്കിടെ വിൻസെൻ്റ് പള്ളോട്ടിക്ക് ലഭിക്കുമായിരുന്നു. ജീവചരിത്രത്തിൽ പലയിടങ്ങളിലായിട്ട് ഇത്തരം സന്ദർഭങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. അതിലൊന്നിൽ ഇപ്രകാരം പറയുകയാണ്, ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കുമ്പസാരിക്കാനായിട്ട് വരികയാണ്. കുമ്പസാരത്തിൻ്റെ ഇടയിൽ കുമ്പസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിക്ക് ഒരു സംശയം, അച്ഛൻ പെട്ടെന്ന് ശ്രദ്ധ മാറി അച്ഛൻ ഉറങ്ങിപ്പോയോ എന്നൊരു സംശയം. കാരണം എന്താണ്? കാരണം ഒരു നിമിഷം അച്ഛനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അച്ഛൻ ഉറങ്ങിപ്പോയ പോലെ അച്ഛൻ്റെ കയ്യിൽ ചില വിശുദ്ധ ചിത്രങ്ങളൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ട്. ആ ചിത്രങ്ങളൊക്കെ താഴെ വീഴുന്നു. പെട്ടെന്ന് അച്ഛൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോലെ അച്ഛൻ പെട്ടെന്ന് പറയുകയാണ്, കുമ്പസാരിക്കുന്ന വ്യക്തിയോട് പറയുകയാണ്, ഹബേമൂസ് പാപ്പാം, നമുക്കൊരു പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു. കുമ്പസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായെങ്കിലും ഇത് വിൻസെൻ്റ് പള്ളോട്ടിയാണ് എന്നെ കുമ്പസാരിപ്പിക്കുന്നത് എന്ന ബോധ്യം വന്നതുകൊണ്ട് അദ്ദേഹം അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അച്ഛ, ആരാണ് പുതിയ പാപ്പ? അപ്പം അദ്ദേഹം പറയുകയാണ്, കാർഡിനൽ കപ്പല്ലീരി എന്ന് പറയുകയാണ്. കാർഡിനൽ കപ്പല്ലീരിയെ പുതിയ പാപ്പയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം കുമ്പസാരം മുഴുവിപ്പിച്ച് വീണ്ടും കുമ്പസാരക്കൂടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിമിഷങ്ങൾക്കകം റോമിൽ നിന്നും പുതിയ അനൗൺസ്മെൻറ്റ് വരികയാണ്, നമുക്കൊരു പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കാർഡിനൽ കപ്പല്ലീരി. അദ്ദേഹം ഗ്രിഗറി 16 എന്ന പേര് സ്വീകരിച്ച് പുതിയ പാപ്പയായിട്ട് കത്തോലിക്ക സഭയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. ഇങ്ങനെ പല ദർശനങ്ങളും പല സന്ദേശങ്ങളും വിൻസെൻറ്റിലൂടെ ദൈവം ലോകത്തിന് നൽകിയിരുന്നു. ലോകത്തിലുള്ള എല്ലാവരും ക്രിസ്തുവിനെ അറിയണമെന്നും ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം വിൻസെൻ്റ് പള്ളോട്ടിക്കും ഉണ്ടായിരുന്നു. പക്ഷേ പേർഷ്യയിലെ ക്രിസ്ത്യൻസിൻ്റെ കാര്യം അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചിരുന്നു. കാരണം അവർക്ക് ഒരുമിച്ച് കൂടി ഒത്തുകൂടി ഒന്ന് ബലിയർപ്പിക്കാൻ പോലും പേരിന് പോലും ഒരു ദേവാലയം ഉണ്ടാകാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനെ ഇരിക്കുകയാണ് പേർഷ്യയിൽ സേവനം ചെയ്യുന്ന ഒരു മിഷണറി വിൻസെൻ്റ് പള്ളോട്ടിയെ വിളിച്ച് പറയും, എനിക്ക് അൽഫോൺസ് ലിഗോരിയുടെ നിത്യവചസ്സുകൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 10,000 കോപ്പി എനിക്ക് അയച്ചു തരണം. അറബ് ഭാഷയിലുള്ള 10,000 കോപ്പി എനിക്ക് അയച്ചു തരണം. അദ്ദേഹത്തിന് അറിയാമായിരുന്നു അത് വലിയൊരു ടാസ്ക്കാണ്, വളരെ സാമ്പത്തികമായിട്ട് വലിയൊരു വെല്ലുവിളിയാണ് എന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. വിൻസെൻ്റ് എന്ത് ചെയ്യും? വിൻസെൻ്റ് തൻ്റെ ഉറ്റ സ്നേഹിതനായിട്ടുള്ള ഒരാളോട് പറയും, ഇദ്ദേഹത്തിന് ഒരു 10,000 കോപ്പി അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ സ്നേഹിതൻ പറയും, അച്ഛാ, അത് ഭയങ്കര കാശ് ചിലവുള്ള പരിപാടിയല്ലേ, അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രശ്നമല്ലേ, പ്രതിസന്ധിയല്ലേ, നമ്മൾ എന്ത് ചെയ്യും? വിൻസെൻ്റ് പറയും, നീ ആളുകളുടെ അടുത്തേക്ക് ചെന്നിട്ട് സംഭാവന ചോദിക്കണം. അപ്പോൾ ഈ സുഹൃത്ത് പറയും, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ എനിക്കൊരു ലെറ്റർ എഴുതി തായോ, അപ്പോൾ എനിക്ക് ഈ ലെറ്ററും പറഞ്ഞിട്ട് ആളുകളുടെ നിന്ന് പൈസ വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ വിൻസെൻ്റ് പള്ളോട്ടി അച്ഛൻ പറയുന്ന ഒരു ആവശ്യമാണ്, അച്ഛൻ്റെ ഒരു ആവശ്യമാണെന്ന് പറഞ്ഞാൽ ആളുകൾ സംഭാവന തരും, അത് ഉറപ്പാണ്. അച്ഛൻ ഓക്കെ എന്ന് പറയും.
അച്ഛൻ റൂമിൽ പോയിട്ട് ഒരു ക്രൂശിത രൂപം കൊണ്ടുവന്നിട്ട് തൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയും, ക്രൂശിത രൂപം കയ്യിൽ വെച്ചിട്ട് ഈ ക്രൂശിതിന് വേണ്ടി പൈസ ചോദിക്കുക. ഈ സുഹൃത്ത് അല്പം സംശയത്തോടെ തന്നെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പക്ഷെ വലിയൊരു അത്ഭുതമാണ് പിന്നീട് അവിടെ കാണുന്നത്. 1 മണിക്കൂറിന് ശേഷം ഇദ്ദേഹം തിരികെ വരികയാണ്. 10,000 പുസ്തകങ്ങൾ അടിക്കാനുള്ള പൈസയും അതിനേക്കാളും കൂടുതലുമായിട്ടാണ് ഇദ്ദേഹം മടങ്ങി വരുന്നത്. ഇദ്ദേഹം പറയുകയാണ്, അച്ഛാ, ക്രൂശിത രൂപം കണ്ടപ്പോൾ എല്ലാവരും സംഭാവന നൽകി. ഈ ക്രൂശിതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ആരും മടി കാണിച്ചില്ലെന്ന് പറയുകയാണ്. അപ്പോൾ ഈ വിൻസെൻ്റ് പള്ളോട്ടി പറയുന്നൊരു കാര്യമുണ്ട്, ഈ ക്രൂശിതിന് വേണ്ടി നമ്മൾ സേവനം ചെയ്യാനായിട്ട് തുടങ്ങിയാൽ ബാക്കിയെല്ലാം അവൻ നോക്കിക്കൊള്ളും എന്ന് പറയുകയാണ്. 1836 മറ്റൊരു ദുഃഖവാർത്ത വിൻസെൻ്റ് പള്ളോട്ടിയെ തേടിയെത്തുന്നത്. 1836 തൻ്റെ പിതാവ് ക്യാൻസർ രോഗബാധിതനാണെന്ന് വിൻസെൻ്റ് തിരിച്ചറിയുകയാണ്. പിതാവിന് അറിയാമായിരുന്നു അധിക നാളിഞ്ഞ് ഭൂമിയിൽ ജീവിതമില്ല. പക്ഷേ ഈ അപ്പൻ മകനെ വിളിച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്, മോനെ, അധിക നാൾ എനിക്കിനി ജീവിതമില്ല എന്നെനിക്കറിയാം. പക്ഷെ അപ്പനൊരു ആഗ്രഹമുണ്ട്, അപ്പന് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് മരിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. മകൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. ഈ മകൻ നന്നായിട്ട് പ്രാർത്ഥിക്കും. അല്പസമയത്തിന് ശേഷം വന്നിട്ട് അപ്പനോട് പറയും, അപ്പ ദേ സ്വർഗം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. നന്നായിട്ട് ഒരുങ്ങിയിട്ട് മാത്രമേ അപ്പൻ മരിക്കുകയുള്ളൂ. അത് സ്വർഗം എനിക്ക് നൽകിയിട്ടുള്ളൊരു ഉറപ്പാണ്. പക്ഷെ വേറൊരു കാര്യം, അപ്പൻ മരിക്കുന്ന സമയത്ത് ഞാൻ ഈ വീട്ടിലുണ്ടായിരിക്കുകയില്ല എന്ന് പറയുകയാണ്. അങ്ങനെ 1.5 വർഷം കടന്നുപോയി. 1837 സെപ്റ്റംബർ 15 ഈ മകൻ വന്ന പിതാവിനോട് പറയുകയാണ്, ഇന്ന് അപ്പൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വേണം. അപ്പോൾ ഈ അപ്പൻ പറഞ്ഞു, മകനെ, ഞാൻ കുർബാന സ്വീകരിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കുന്ന ഒരു പതിവൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. മകൻ പറയും, കുഴപ്പമില്ല, എന്നാലും ഇന്ന് അപ്പൻ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം. അങ്ങനെ മകൻ്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മകൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈ പിതാവ് വീട്ടിലേക്ക് വരുന്നു. വീട്ടിൽ വന്ന ഉടനെ രോഗം ഇത്തിരി സീരിയസ് ആയിട്ട് അദ്ദേഹം മരിക്കുകയാണ്. മരിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാന അർപ്പിച്ച വിൻസെൻ്റ് പള്ളോട്ടി പള്ളിയിൽ നിന്നും വീട്ടിലെത്തിയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അപ്പനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി മരണത്തെ സ്വീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ മരിക്കുന്ന സമയത്ത് ഈ മകൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അനേകം സേവന രംഗങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് വ്യാപൃതനായിരുന്നു വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി. അതിലൊരു സേവന രംഗമായിരുന്നു ജയിൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. ജയിലിലെ തടവ് പുള്ളികളെ സന്ദർശിക്കാനും അവരോട് അനുഭവങ്ങൾ പങ്കുവെപ്പിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കുവാനും വളരെ പ്രത്യേകമായിട്ട് മരണത്തിന് ഒരുക്കുവാനും, അതായത് വധശിക്ഷയ്ക്കൊക്കെ വിധിക്കപ്പെട്ടിരുന്നവരെ മരണത്തിന് ഒരുക്കുവാനും വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി മുൻകൈ എടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹം ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരു വൈദികനായിരുന്നു ഫാദർ ഡൊമിനിക്കോ ആബോ എന്ന വൈദികൻ. അദ്ദേഹം ചെയ്യാത്ത ഒരു കുറ്റത്തിന് വേണ്ടി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരു കൊലപാതക കുറ്റത്തിൻ്റെ പേരിലായിരുന്നു ജയിലിലായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൊലപാതകിയായിരുന്ന മനുഷ്യൻ ഈ ഡൊമിനിക്കോ ആബോ എന്ന് പറയുന്ന അച്ഛൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിക്കുക കൂടി ചെയ്തിരുന്നു. പക്ഷേ കുമ്പസാര രഹസ്യം പുറത്താക്കാൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹം അത് ഉള്ളിൽ ഒളിപ്പിച്ച് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യാത്ത കുറ്റത്തിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു. വളരെ നിരാശനായിരുന്ന ഈ മനുഷ്യൻ്റെ അടുത്തേക്ക്, ഈ വൈദികൻ്റെ അടുത്തേക്ക് വിൻസെൻ്റ് പള്ളോട്ടി അച്ഛൻ ജയിൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് കടന്നു വരുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ഏറ്റവും വലിയ ശിക്ഷ അനുഭവിച്ച ഈശോയുടെ ആ ഒരു കാര്യം വീണ്ടും ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഇതിനുകൂടി കരുത്തുള്ളതാക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈശോയോടുള്ള നല്ല ഭക്തിയോട് കൂടിയിട്ട് നിരാശയൊന്നുമില്ലാതെ ഈ ഡൊമിനിക്കോ ആബോ എന്ന് പറയുന്ന അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയാവുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം വിൻസെൻ്റ് ഈ അച്ഛനെ ഓർത്തെടുക്കുന്ന പ്രകാരമാണ് അദ്ദേഹം നല്ല സന്തോഷമുള്ള ഒരു വൈദികനായിരുന്നു എന്നുള്ളതാണ്. 1850 ആയപ്പോഴേക്കും തനിക്കിഞ്ഞ ലോകത്തിൽ അധികം നാൾ ശേഷിക്കുന്നില്ല എന്ന് വിൻസെൻ്റിന് മനസ്സിലായി. അത് മനസ്സിലാക്കി തന്ന ഒരു അനുഭവം കൂടി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഒരുപാട് വിശുദ്ധരായിട്ടുള്ള സുഹൃത്തുക്കൾ വിൻസെൻ്റിന് ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ബെർണാഡോ ക്ലൗസി എന്ന് പറയുന്ന തൻ്റെ സ്നേഹിതൻ. ബെർണാഡോ 1849 ഡിസംബർ മാസത്തിൽ വിൻസെൻറ്റിനെ കാണാനായിട്ട് വരുന്നു. വിൻസെൻറ്റിനോട് അദ്ദേഹം പെട്ടെന്ന് പറയുകയാണ്, വിൻസെൻ്റ്, ഈ വൃത്തികെട്ട ലോകത്തിൽ നിന്നും
പോകാനായിട്ട് നീ തയ്യാറെടുത്തുകൊള്ളൂ, സ്വർഗത്തിലേക്കുള്ള നിൻ്റെ യാത്ര ആരംഭിച്ചുകൊള്ളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി അദ്ദേഹം പറയുകയാണ്, 1 മാസവും 3 ദിവസവും. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ബെർണാഡോ മരിച്ചു കഴിഞ്ഞ് 1 മാസവും 3 ദിവസവും കഴിയുമ്പോൾ താനും മരിക്കുമെന്ന് വിൻസെൻറ്റിന് മനസ്സിലാവുകയാണ്. ബെർണാഡോ 1849 ഡിസംബർ മാസത്തിൽ മരിക്കുന്നു. പിന്നത്തെ വർഷം 1850 ജനുവരി മാസത്തിലായിരുന്നു വിൻസെൻറ്റിൻ്റെ മരണം. തൻ്റെ മരണ ദിവസം അടുത്തു വരുന്നത് വിൻസെൻ്റ് പള്ളോട്ടിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അധികം നാളൊന്നും ഈ രോഗശയ്യയിൽ അദ്ദേഹം കിടന്നില്ല. മാക്സിമം 4-5 ദിവസം മാത്രമാണ് അദ്ദേഹം രോഗശയ്യയിലായിരുന്നത്. സുബോധത്തോടെ തന്നെ തൻ്റെ സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരും തൻ്റെ കിടക്കയ്ക്ക് അരികിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം മരണത്തിനൊരുക്കമായിട്ടുള്ള കൂദാശയും മറ്റു പ്രാർത്ഥനകളും സ്വീകരിക്കുകയാണ്. എല്ലാവരെയും ആശ്വസിപ്പിച്ച് ഞാൻ സ്വർഗത്തിലെത്തുമ്പോൾ സ്വർഗത്തിനും എനിക്കും വലിയ സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിച്ച് അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള തൻ്റെ യാത്ര ആരംഭിക്കുകയായിരുന്നു. 1850 ജനുവരി 22 വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടി ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. 1850 വിൻസെൻ്റ് പള്ളോട്ടി മരിച്ചതിന് ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം 1852 തന്നെ അദ്ദേഹത്തിന് നാമകരണ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. 1887 അദ്ദേഹത്തെ ദൈവദാസനായിട്ട് പ്രഖ്യാപിക്കുന്നു. മരിച്ച വർഷം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ഒരുപാട് അത്ഭുതങ്ങൾ അങ്ങും ഇങ്ങുമായിട്ട് നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒടുവിൽ 1949 അദ്ദേഹത്തിൻ്റെ കുഴിമാടം തുറന്നു നോക്കിയപ്പോൾ അഴുകാത്തിരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം കാണുകയാണ്. 1950 ജനുവരി 22 അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുന്നു. 1963 സഭയിൽ 2ാം വത്തിക്കാൻ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജോൺ 23 മാർപ്പാപ്പ വിൻസെൻ്റ് പള്ളോട്ടിയെ വിശുദ്ധനായിട്ട് സഭയിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, ബാല്യകാലം മുതൽ മരണം വരെ വിശുദ്ധ ജീവിതം നയിച്ച, വിശുദ്ധനാകണം എന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് നമ്മൾ കണ്ടത്. വിൻസെൻ്റ് പള്ളോട്ടി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിരുന്ന ഒരു ബാലൻ സഭയിൽ വലിയ വിശുദ്ധനായി മാറിയ ഒരു കഥ നമ്മൾ കേൾക്കുകയായിരുന്നു. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയെ പോലെ തന്നെ വിശുദ്ധ ജീവിതം നയിക്കുവാനും മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയുടെ മാധ്യസ്ഥം അതിന് നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.